ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഓൾ ടൈം ഫേവറേറ്റ്സ് ബൈ രാജി എന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഗവി യാത്രയുടെ സെക്കൻഡ് പാർട്ടാണിത്. നമ്മൾ കാട്ടിനകത്തേക്ക് കയറി തുടങ്ങി. അപ്പോൾ നമ്മൾ കാട്ടിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടായിരുന്നു. ഒരു വിറകൊക്കെ ശേഖരിക്കാനായിട്ട് പുറത്തിറങ്ങിയതായിരുന്നു. പിന്നെ വലുതായിട്ടൊന്നല്ല, മൃഗങ്ങളെയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ശരിക്കും ആനയുണ്ടെന്ന് മനസ്സിലായി, കാരണം വഴി നീള ആനപ്പിണ്ടങ്ങളായിരുന്നു. പിന്നെ ഈ ഗവിയിൽ പോകുന്ന സമയത്ത് 2 വീലറും 3 വീലറിലും നമുക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ ആദ്യം ഈ കാണുന്ന മൂഴിയാർ ഡാമാണ്. കക്കാട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ ഒരു പാർട്ടാണ് ഈ മൂഴിയാർ ഡാം. പിന്നെ ഈ മൂഴിയാർ ഡാമിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് മണ്ണ് കൊണ്ടും കളിമണ്ണ് കൊണ്ടുമാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ദൂരം വരുന്നപ്പോഴത്തേക്കും അവിടെയുള്ള ചെറിയൊരു ഡിസ്പെൻസറി, ഒരു സ്കൂള് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് സീതത്തോട് വില്ലേജിലും കൂടെയാണ് ഈ ഡാമുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഇത് മറ്റേ ഭൂഗർഭ ജലം കൊണ്ടുപോകുന്ന തുരങ്കം അങ്ങനെ എന്തുവാണ് പറയണത്. അതിനെപ്പറ്റി എനിക്ക് വലുതായിട്ട് അറിവില്ല. നല്ല സീനറിയൊക്കെ ഉണ്ടായിരുന്നു. ഓരോ ചെക്ക് പോസ്റ്റൊക്കെ എത്തുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ പാസ് കാണിക്കണം. അവർ നമ്മുടെ വണ്ടി നമ്പറെല്ലാം അവിടെ എൻട്രി ചെയ്യുമായിരുന്നു. ഇത് മലയെണ്ണ നമുക്ക് വേണ്ടി പോസ്റ്റ് ചെയ്ത് തന്ന ആളാണ് ഇതിനെ ആദ്യം നമ്മൾ കണ്ടത്. പിന്നെ ഇത് അവിടുത്തെ ബഡ്ജറ്റ് ടൂറിസം ബസ്സാണ്. അവിടുത്തെ അല്ല, KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം ബസ്സാണ്. നമുക്ക് നേരത്തെ ബുക്ക് ചെയ്താൽ ഇതിലും പോകാൻ പറ്റും. അങ്ങനെ പിന്നെ കുറേ പുൽമേട് അങ്ങനെയൊക്കെ. ഇത് അടുത്ത ഡാമാണ് കക്കി ഡാം. കക്കി ഡാം എന്ന് പറഞ്ഞാൽ പമ്പാ നദിയുടെ പോഷക നദിയിലാണ് ഈ കക്കി ഡാം ഉള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വിശപ്പിൻ്റെ വിളി വരുമല്ലോ, സ്വാഭാവികം. അങ്ങനെ ഞങ്ങൾ കാറിൽ വെച്ച് തന്നെയാണ് ഊണൊക്കെ കഴിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ കാണുന്ന പമ്പാ ഡാമാണ്. ഈ ഭൂഗർഭ തുരങ്കം വഴിയാണ് കക്കി ഡാമിലേക്ക് വെള്ളം എത്തിക്കുന്നത്. അതായത് പമ്പാ ഡാമിൽ നിന്നാണ് അങ്ങോട്ട് എത്തിക്കുന്നത്. ഇത് കാട്ടിൽ നിന്ന് ആൾക്കാർ വിറവൊക്കെ ശേഖരിച്ചുകൊണ്ട് വന്ന് അവരെ കുറച്ച് നേരം കണ്ട്. പിന്നെ കണ്ട ആൾ ഇദ്ദേഹമാണ്, സിംഹവാലൻ കുരങ്ങുകൾ. ഇവരെ മാത്രമാണ് കണ്ടത്. ഇവരെയും ആ മലയണ്ണാനേ കണ്ടിട്ടുള്ളൂ. പിന്നെ കുറേ ആനപ്പിണ്ട്. ഇത് അവിടെയുള്ള വീടുകളാണ്. ഇങ്ങനെ അടുക്കി വീടുകളാണ്. നല്ല രസമുണ്ടായിരുന്നു യാത്ര. ഇത് അവിടുത്തെ അംഗൻവാടി. കുറച്ച് കുട്ടികളേ ഉള്ളൂ. പിന്നെ കൂടുതൽ ഏലം കൃഷിയും കാപ്പിയും. നമ്മൾ ഉള്ളിലോട്ട് പോയി പുറത്തോട്ട് എത്താറാകുമ്പോഴത്തേക്ക് ഏലവും കാപ്പിയും കൃഷികളാണ്. ഇത് അവിടെയുള്ളൊരു അമ്പലമാണ്. അങ്ങനെ അവിടുത്തെ ഒരു ബാങ്കൊക്കെ കണ്ടു. അവിടെയുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയുള്ളൊരു ബാങ്ക്, ഒരു മെഡിക്കൽ സ്റ്റോർ, ഒരു ഡിസ്പെൻസറി, അങ്ങനെ കുറച്ച് ഇതൊക്കെ കണ്ടു. അകത്തൊന്നും കയറിയില്ല. പിന്നെ ഗവി ഡാം കണ്ടു. ഗവി ഡാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗവിയാർ പുഴയ്ക്ക് കുറുകെയാണ് ഈ ഡാം നിർമ്മിച്ചേക്കുന്നത്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് 6 മണിക്ക് മുന്നേ നമുക്ക് ഇറങ്ങണം. അതിന് മുന്നേ ഞങ്ങൾ ഇറങ്ങി. ലാസ്റ്റത്തെ ചെക്ക് പോസ്റ്റ് എത്തുമ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് അവരൊന്ന് ചെക്ക് ചെയ്യും. അതിനുശേഷം പിന്നെ പാസ് അവിടെ കൊടുക്കണം. അതിനുശേഷം വഴിയോര കടയിൽ കയറി നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പം കാണാമേ.